തൃശൂർ കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ വീട്ടിൽ നിന്ന് അഞ്ചാമത്തെ പാമ്പിനെ കണ്ടെത്തി. ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. മിനിഞ്ഞാന്ന് വരെ ഈ വീട്ടിൽ ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നലെ വൈകുന്നേരമാണ് കുട്ടികൾ കിടന്നിരുന്ന കിടപ്പുമുറിയിൽ നിന്ന് നാലാമത്തെ പാമ്പിനെ കണ്ടെത്തിയത്. അതിനുശേഷം സർപ്പ ടീം അംഗങ്ങൾ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് വീട്ടുകാരടക്കം ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. 2 മാസത്തോളം പ്രായമുള്ള ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. വെടിക്കെട്ട് അപകടങ്ങൾക്ക് പിന്നാലെ അന്വേഷണങ്ങൾ വ്യാപകമാണെങ്കിലും കൃത്യമായ കാരണം അമിതമായ വെടിമരുന്ന് സംഭരണവും നിരോധിത രാസവസ്തുക്കളുടെ ഉപയോഗവും ജാഗ്രത കുറവുമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. സ്ഫോടന സമാനമായ വെടിക്കെട്ടാണ് എല്ലാവരുടെയും ആവശ്യം. ഇത് സൃഷ്ടിക്കുന്നതിനുള്ള കതിന നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പൊട്ടാസ്യം നൈട്രേറ്റിന്റെ സ്ഥാനത്ത് ഇപ്പോൾ നിരോധിത ഉൽപ്പന്നമായ പൊട്ടാസ്യം ക്ലോറൈഡാണ് ഇടം പിടിക്കുന്നത്. അശ്രദ്ധമായാൽ ഇത് വൻ അപകടം സൃഷ്ടിക്കും. പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള പൊട്ടാസ്യം ക്ലോറൈഡും അലുമിനിയം പൗഡറിന്റെ അമിത ഉപയോഗവും അപകട തീവ്രത കൂട്ടും. ഇത് തീപ്പെട്ടി കമ്പനിക്ക് മാത്രം ഉപയോഗിക്കാനാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നമായ പൊട്ടാസ്യം നൈട്രേറ്റിന് യുദ്ധം ആരംഭിച്ചതോടെ ക്ഷാമമാണ്. ചെറിയ അളവിൽ മരുന്ന് ഉപയോഗിച്ചാലും വൻ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറിക്കുക. അതിനാൽ വെടിക്കെട്ട് നിർമ്മാതാക്കൾ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഉപയോഗം കൂട്ടി. ഇത് അപകടം ഏതു സമയം സൃഷ്ടിക്കുമെന്നും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് നൃത്തം അവതരിപ്പിക്കുന്നതിനിടെ ദേഹാസ്വസ്ഥ്യം വന്ന് വീട്ടമ്മ മരിച്ചു. പാലാഴി സ്വദേശി 54 വയസ്സുകാരിയായ ഷൈനിയാണ് മരിച്ചത്. കോഴിക്കോട് പെരുമണ്ണ പയ്യടി മേത്തൽ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം. നൃത്തം പൂർത്തിയാക്കുന്നതിന് മുമ്പേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ ഷൈനി പിന്നാലെ സ്റ്റേജിന് പുറകിലേക്ക് പോയി. ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രിയായിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പ്രദേശത്തെ 7 വീട്ടമ്മമാർ ചേർന്ന് നൃത്തം അവതരിപ്പിച്ചത്. നൃത്തത്തിനിടയിൽ പെട്ടെന്ന് ഷൈനിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ പാലാഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാന എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ കോഴിക്കോട്ട് 3 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിൽ സ്വദേശിനി ചെറുകാട്ടിൽ ഫാത്തിമ നസ്രീൻ, മലപ്പുറം കൊണ്ടോട്ടി കച്ചേരിക്കൽ സ്വദേശി ഷഫീഖ് PK എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമത്തിലെ കണ്ടന്റ് ക്രിയേറ്ററാണ് ഫാത്തിമ നസ്രീൻ. ഷഫീഖ് മുമ്പും ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഇയാൾക്കെതിരെ മലപ്പുറം, വയനാട് ജില്ലകളിൽ കേസുകൾ നിലവിലുണ്ട്. പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ചാണ് 3.3 കിലോഗ്രാം മെത്താംഫെറ്റാമിനും 56 ഗ്രാം MDMA എക്സ്റ്റസി ഗുളികകളും പിടികൂടിയത്. രാജസ്ഥാനിൽ നിന്ന് റോഡ് മാർഗം കാറിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്ന് വാഹനത്തിന്റെ ബോണറ്റിനുള്ളിൽ ഡാഷ്ബോർഡിന് ചേർന്ന രഹസ്യ അറയിൽ 9 പൊതികളിലായാണ് സൂക്ഷിച്ചിരുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ മലപ്പുറം ജില്ലയിലേക്കാണ് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം, കോഴിക്കോട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, കോഴിക്കോട് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവർ എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ സംയുക്ത നീക്കത്തിൽ മയക്കുമരുന്ന് പിടികൂടിയത്. സംസ്ഥാനത്ത് പാമ്പ് കടിയേൽക്കുന്നതും പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സംഭവങ്ങളും വർദ്ധിക്കുന്നു. കായംകുളത്ത് വീട്ടമ്മ പാമ്പ് കടിയേറ്റ് മരിച്ചു. ചേരാവള്ളി വടക്കേത്തോപ്പിൽ സ്വദേശി സെലീനയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാൻ പോയപ്പോഴാണ് പാമ്പ് കടിച്ചത്. ആളൊഴിഞ്ഞ പറമ്പിൽ ഇരുചക്ര വാഹനം പാർക്ക് ചെയ്തിരുന്നു. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് വാഹനമെടുക്കാൻ പോകുമ്പോഴായിരുന്നു പാമ്പ് കടിയേറ്റത്. ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ദീക്ഷൽ എന്ന കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. 2 ദിവസം മുമ്പാണ് തൃശൂർ കോടാലിയിൽ വീട്ടിനുള്ളിൽ വെച്ച് സഹോദരങ്ങളായ ആൺകുട്ടികൾക്ക് പാമ്പ് കടിയേറ്റത്. ഒരു കുട്ടി മരിച്ചത്. സംസ്ഥാനത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചെന്നും ജനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായതിനാൽ മറ്റ് ജില്ലകളിലും അനുഭവപ്പെടുന്ന ചൂട് വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ നാം എല്ലാവരും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ചൂട് വർദ്ധിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവാപായത്തിനും വരെ കാരണമായേക്കാം. അതിനാൽ ഇനി പറയുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത്. ഈ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. കോവിഡ് കാലത്തെ പോലെ ഇതൊരു സെൽഫ് ലോക്ക്ഡൌൺ സമയമായി കണ്ട് അനാവശ്യ യാത്രകളും പുറം പണികളും ഒഴിവാക്കണം. വീടിനകത്തും തൊഴിലിടങ്ങളിലും നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം. വെള്ളവും ഭക്ഷണവും ദാഹമില്ലെങ്കിൽ ധാരാളം ശുദ്ധജലം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഒഴിവാക്കുക. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. ബംഗാൾ, തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ റെക്കോർഡ് പോളിംഗ്. ബംഗാളിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ 91.58% പോളിംഗ്. തമിഴ്നാട്ടിൽ 84.56% ഒടുവിൽ വന്ന കണക്ക്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ബംഗാളിൽ ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഇരു സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ആവേശത്തോടെ വോട്ട് രേഖപ്പെടുത്തി. സമ്മതിദാന അവകാശം വിനിയോഗിച്ച വോട്ടർമാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അഭിനന്ദിച്ചു. വോട്ടെടുപ്പിനിടെ തൃണമൂൽ കോൺഗ്രസ്
കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടി. മുർഷിദാബാദിൽ ഹുമയൂൺ കബീറിന്റെ AJUP പ്രവർത്തകർ തൃണമൂൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. കുമാരഗഞ്ചിലെ BJP സ്ഥാനാർത്ഥി സുവേന്ദു സർക്കാരിനെ തൃണമൂൽ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ തൃണമൂൽ കോൺഗ്രസ് വിജയമുറപ്പിച്ചതായി മുഖ്യമന്ത്രി മമതാ ബാനർജി അവകാശപ്പെട്ടു. എന്നാൽ ബംഗാളിലെ റെക്കോർഡ് പോളിംഗ് ഭരണമാറ്റത്തിനുള്ള ജനവിധിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബംഗാളിന്റെ മണ്ണും മനസ്സും BJPക്കൊപ്പമാണെന്നും സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശി കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാദിയ ജില്ലയിലെ കൃഷ്ണനഗറിൽ BJP സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബംഗാളിന്റെ പ്രിയപ്പെട്ട ലഘുഭക്ഷണമായ ചാൽമുരിക്കൊപ്പം വിജയത്തിന്റെ മധുരവും താൻ വിതരണം ചെയ്യും. ചാർഗ്രാമിലെ റോഡരികിൽ ജനങ്ങൾക്കൊപ്പം ചേർന്ന് താൻ ചാൽമുരി കഴിച്ചപ്പോൾ അതിന്റെ എരിവ് തൃണമൂൽ കോൺഗ്രസിനാണ് അനുഭവപ്പെട്ടത്. ബംഗാളിന്റെ സംസ്കാരത്തെയും ജനങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത്. എന്നാൽ അഴിമതിയിൽ മുങ്ങിയ തൃണമൂലിന് ജനങ്ങളുടെ ഈ സ്നേഹം മനസ്സിലാകുന്നില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗാളിൽ നിലനിൽക്കുന്നത് ഭരണകൂട ഭീകരതയാണ്. ജനങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം വേണം. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം മഹാജംഗിൾ രാജാണ്. സംസ്ഥാനത്തെ അമ്മമാരും സഹോദരിമാരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. ഭാരതീയതയിലും ദേശീയതയിലും വിശ്വസിക്കുന്ന ബംഗാൾ ജനത ഇത്തവണ വിഘടനവാദികളെയും അഴിമതിക്കാരെയും തൂത്തറിയും. വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് ബംഗാളിനെ നയിക്കാൻ ഡബിൾ എഞ്ചിൻ സർക്കാർ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് 3 വ്യത്യസ്ത യുദ്ധവിമാനങ്ങൾ ഒരേ സമയം വൻതോതിൽ നിർമ്മിക്കുന്നതിനുള്ള സമാന്തര നിർമ്മാണശാലകൾ ഒരുങ്ങുന്നു. 2030ഓടെ ഈ സമാന്തര നിർമ്മാണശാലകൾ പ്രവർത്തന സജ്ജമാകുമെന്നാണ് റിപ്പോർട്ട്. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ AMCA, പൊതുമേഖലാ സ്ഥാപനമായ HAL നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 2, ഫ്രഞ്ച് സാങ്കേതികവിദ്യയിൽ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന റഫാൽ വിമാനങ്ങൾ എന്നിവയ്ക്കായിരിക്കും പ്രത്യേക നിർമ്മാണശാലകൾ ഒരുങ്ങുന്നത്. 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ AMCA നിർമ്മാണത്തിനായി ടാറ്റ, അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ലാർസൻ ആൻഡ് ട്രൂബോ, ഭാരത് ഫോർജ് എന്നീ പ്രമുഖ കമ്പനികളെ സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 15,000 കോടി രൂപ ഗവേഷണത്തിനായി ചെലവഴിക്കുന്ന ഈ വിമാനത്തിന്റെ ആദ്യ മാതൃക 2028-ൽ പുറത്തിറങ്ങുമെന്നും 2030കളുടെ പകുതിയോടെ വൻതോതിലുള്ള നിർമ്മാണം ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വെടിനിർത്തൽ നീട്ടിയെങ്കിലും ഇറാനിലെ ഹോർമുസിൽ പിരിമുറുക്കമായിരുന്നില്ല. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ വിതറാൻ വരുന്ന ഇറാന്റെ ബോട്ടുകൾക്കും കപ്പലുകൾക്കും നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ സമാധാനമല്ല, യുദ്ധത്തിന്റെ കരിനിഴൽ തന്നെയാണ് ഹോർമുസിനെ ഇറാനെ മൂടി നിൽക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ വെള്ളത്തിൽ മൈനുകൾ ഇടുന്നതായി കണ്ടെത്തുന്ന ഏതൊരു ബോട്ടിനെ വെടിവെക്കാൻ തന്റെ നാവികസേനയുടെ ഉത്തരവിട്ടതായി ട്രംപ് പറഞ്ഞു. തെക്കൻ ലെബനിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പ്രമുഖ ലെബനീസ് പത്രപ്രവർത്തക അമൽ ഖലീൽ കൊല്ലപ്പെട്ടു. ലെബനീസ് സൈനിക വക്താവ് അമൽ ജോലി ചെയ്തിരുന്ന അൽ അഖ്ബാർ പത്രവുമാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. അമലിനൊപ്പം ഉണ്ടായിരുന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ സൈനബ് ഫറജിന് ആക്രമണത്തിൽ പരിക്കേറ്റു. അതിനിടെ ഇറാനുമായുള്ള യുദ്ധത്തിനിടെ US നാവികസേനയുടെ അത്യാധുനിക ഡ്രോൺ തകർന്നതിന് സ്ഥിരീകരണം. MQ-4C ട്രൈറ്റൺ ഡ്രോൺ തകർന്നതായി നേവൽ സേഫ്റ്റി കമാൻഡിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷാ കാരണങ്ങളാൽ തകർന്ന സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ല. നോർത്ത്രോപ്പ് ഗ്രൂമൻ നിർമ്മിച്ച ഈ സമുദ്ര നിരീക്ഷണ ഡ്രോണിന് ഏകദേശം $240 ദശലക്ഷം വില. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലൊന്നാണിത്. ഡ്രോണിന് 50,000 അടിക്ക് മുകളിൽ ദീർഘനേരം തുടർച്ചയായി പറക്കാനാകും.